അവള് കൊള്ളാല്ലേ, ഇനി അവളുടെ ഒന്ന് കറങ്ങണം എനിക്ക്. എന്തോ ഞാൻ പിന്നെ ഏത് ലാബിന്ന് ഈ വിധം ജീവികളുടെ ഉത്ഭവം നടക്കുന്നത്? എന്തായാലും സാധാരണ രീതിയിൽ പെറ്റിടാൻ പറ്റത്തില്ല ഇതുപോലൊരു സാധനത്തിന്. ഇത്തരം ജന്തുക്കൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണപ്പെടുന്ന തിയേറ്ററുകളിലാണ്. അതുകൊണ്ട് തിയേറ്ററിൽ പോകുന്നവരെ എല്ലാരും ജാഗ്രത പാലിക്കണം. കഴിഞ്ഞുപോയി. ഹായ്, நான் தான் உங்க கண்டாரோலி கார்த்தி. நான் கரெக்டா நீ திருச்செந்தூர் வர சொன்னேன், நான் வந்துட்டேன். லொகேஷன் எல்லாம் கரெக்டா பாத்துக்கோ, வா வந்து கல்யாணம் பண்ணிக்கலாம். சரியா, நான் ரெடியா இருக்கேன். അണ്ണന്റെ വിചാരം വീഡിയോ കോൾ ചെയ്യുവാന്ന്. എടാ ഇത് ഇൻസ്റ്റാഗ്രാം ആടാ. ഐ ലവ് യു ദിവ്യ. ഏതോ ദിവ്യക്ക് അയച്ചു കൊടുത്ത മെസ്സേജ് ഏതാണ്ടാ. എന്തായാലും കണ്ടാറോളി അണ്ണന് ദിവ്യ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സുഖമായിട്ട് ജീവിക്കും. ഇതെന്തുവാ? പുള്ളിയുടെ കാറിനകത്ത് കൊതു കയറിയ എന്റെ പൊന്നെണ്ണ, നിങ്ങൾ എന്തോ പരിപാടിയാണ് കാണിച്ചത്. ഏട്ടാ, നിങ്ങൾ അറബികൾ വരെ അറബിയിൽ തെറി വിളിച്ചിട്ടുണ്ട്. ആ കാറോടെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേഗം റിക്കവറി ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ജന്മക്ക് ഇതുവരെ വംശനാശം വന്നില്ലല്ലേ? ഒരു ബാൻഡ് മേളവും ചെണ്ടമേളവും കേട്ട് കഴിഞ്ഞാൽ എവിടുന്നാന്ന് അറിയത്തില്ല വരും. നടു റോഡിൽ ഒരു കൊച്ചന്മാർ കിടന്ന് ഡാൻസ് കളിക്കും. പുള്ളിക്കാരൻ ആ ചെരുപ്പൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? എന്നാ പിന്നെ എന്തിനാണ് അത് ചെരുപ്പ് ഇട്ടത്? അതിനകത്ത് അവന്റെ ഇപ്പുറത്തേക്കുള്ള കൂട്ടുകാരനോടെ കയറി. യോമാർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും വലിയ കാര്യം. വീട്ടിലൊക്കെ ചെന്നിട്ട് ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ പുളകം കൊള്ളും. ഞാൻ റോഡിൽ കിടന്ന് കാണിച്ച പോണ വാവു, എന്നെ അപരാധമാണോ ഞാൻ കാണിക്കും. വാവു, ഗേൾസൊക്കെ എന്നെ കണ്ടിട്ട് എറിയണോ അല്ലാത്ത